ശ്രീ അഭിലാഷ്, നമ്മൾ പറഞ്ഞു വന്നത് സർക്കാരിന് മുന്നിൽ ഇനി ഒരു പിടിവള്ളിക്കുള്ള സാധ്യത ഇല്ല. കാരണം നിയമപ്രശ്നങ്ങൾ ഒന്നുമേ ഇല്ല. അങ്ങനെയെങ്കിൽ ഇന്ന് പുറത്തുവിടണം. ഈ രഞ്ജിനിയുടെ ഹർജി സംബന്ധിച്ച് രഞ്ജിനിക്ക് മുന്നിലുള്ള മറ്റ് സാധ്യതകൾ തുറന്നിടുന്നത് ഈ സിംഗിൾ ബെഞ്ചിലേക്ക് പോകാമെന്നുള്ളതാണ്. അതിൻ്റെയൊക്കെ തന്നെ അടിസ്ഥാനം എത്രത്തോളമുണ്ട്? ഇല്ല, സിംഗിൾ ബെഞ്ചിലേക്ക് പോയാൽ തന്നെയും പോകുന്നു എന്നത് ആന്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് റിപ്പോർട്ട് പുറത്തു വിടാതിരിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ഇല്ല. കാരണം ഇത് പുറത്തുവിടുന്നത് സ്റ്റേ ചെയ്യണമെന്നുള്ളത് ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് പുറത്തുവിടുക എന്നുള്ളതാണ് നിയമപരമായിട്ടുള്ള ഒരു അനിവാര്യത. അതായത് നിർദ്ദേശം തന്നെയായിരുന്നല്ലോ പുറത്തുവിടണമെന്നുള്ളത്. അതെ അതെ. അതായത് ഈ RTS സെക്ഷൻ 10 ഉദ്ധരിച്ചുകൊണ്ടാണ് കോടതിയിൽ ഈ അഭിഭാഷകൻ രഞ്ജിനിക്ക് വേണ്ടി വാദിച്ചത്. അവിടെയും ഈ പ്രൈവസി എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉന്നയിച്ചത്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു മൊഴി നൽകിയ ഒരു വ്യക്തി കൂടിയാണ് രഞ്ജിനി. നേരത്തെ തന്നെ ഈ സജിമോൻ പാറയാണ് സിംഗിൾ ബെഞ്ചിന് മുൻപാകെ എത്തിയത്. ഒരു തേർഡ് പാർട്ടിയാണ്. ഒരു അർത്ഥത്തിലും ബാധിക്കുന്ന ഒരു വ്യക്തിയെ അല്ല അഭിലാഷ് ടെലിഫോൺ ലൈനില്ല. അദ്ദേഹം പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം ഇത്രയേ ഉള്ളൂ. സർക്കാരിന് മുന്നിൽ ഒരു തരത്തിലുള്ള നിയമപ്രശ്നമില്ല. അതാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. കാരണം ഈ റിപ്പോർട്ട് പുറത്തുവിടുക എന്ന ആത്യന്തികമായ ഉത്തരവാദിത്തം അത് സർക്കാരിന് തന്നെയാണ്. സർക്കാരിനെ പിടിച്ചു തൂങ്ങാൻ, പൂഴ്ത്തിവെക്കാൻ ഒരു തരത്തിലും അതിനുവേണ്ടി ഒരു പിടിവള്ളി ഇല്ല. അതിന് ഈ കോടതിയെ കരുവാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് രത്നച്ചുരുക്കം.